എല്ലാറ്റിനുമുപരി ഈ ചടങ്ങിന് മുഴുവൻ തന്നെ ഹേതുവായി തീർന്ന കവിയായ അല്ലെങ്കിൽ കാവ്യരംഗത്തേക്ക് പ്രവേശിക്കുന്ന സച്ചിൻ രാജീവ്. ആദ്യമേ തന്നെ ഇത്തരം ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നതിലുള്ള എൻ്റെ ആഹ്ലാദം ഞാൻ പ്രകടിപ്പിക്കട്ടെ. പുതിയ കവികളെ തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഞങ്ങളെപ്പോലെ മുതിർന്നുപോയ കവികളുടെ ഒരു ദൗത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം ഞാൻ എൻ്റെ മുൻ തലമുറയിലെ കവികളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പ്രചോദനവും പ്രോത്സാഹനവും എല്ലാമാണ്. കരുവപ്പള്ളിയിൽ നിന്ന്, ഇടശ്ശേരിയിൽ നിന്ന്, അയ്യപ്പപ്പണിക്കരിൽ നിന്ന് ഒക്കെ പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ കവിതയുടെ രംഗത്തേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു കവിയെ അവതരിപ്പിക്കുക എന്നത്, പുതിയൊരു കവിയുടെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുക എന്നത് അങ്ങേയറ്റം സംതൃപ്തി പകരുന്ന ഒരു കർത്തവ്യമായാണ് ഞാൻ കാണുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് സ്വന്തം ഭാഷയിൽ എഴുതുന്നതിന് പകരം ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതുന്നത് എന്ന്. ആ ചോദ്യത്തിന്റെ വീര്യവും തീക്ഷ്ണതയും സമീപകാലത്ത് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്ന് ലോകമെമ്പാടും ഒരുപാട് മലയാളി എഴുത്തുകാർ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. നോവലുകൾ എഴുതുന്നവരുണ്ട്, കവിത എഴുതുന്നവരുണ്ട്, മറ്റ് വിധകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട്. എങ്കിലും എവിടെയൊക്കെയോ ആ ചോദ്യം നിങ്ങളുടെ ഉൾപ്പെടെ ഉള്ളിൽ ഒരു പക്ഷേ മുഴങ്ങുന്നുണ്ടാവാം. എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതുന്നതിന് പകരം, മാതൃഭാഷയിൽ എഴുതുന്നതിന് പകരം ഇംഗ്ലീഷിൽ എഴുതുന്നു എന്ന ചോദ്യം. ഒരുപക്ഷെ അതിന് ഏറ്റവും സുന്ദരമായ മറുപടി പറഞ്ഞിട്ടുള്ളത് മലയാളത്തിൽ, കേരളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ കൂടി എഴുതി പ്രശസ്തയായ കമലാദാസ് ആണ്. നമ്മുടെ കഥകൾ എഴുതാറുള്ള പ്രിയപ്പെട്ട മാധവിക്കുട്ടി. നിങ്ങൾക്കറിയാവുന്നതുപോലെ അവർ കേരളത്തിന് പുറത്ത് അറിയപ്പെടുന്നത് ഒരു വലിയ ഇംഗ്ലീഷ് കവിയായിട്ടാണ്. ഞാൻ കവയത്രി എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് പറയുകയാണ്, കവിയായിട്ടാണ് കേരളത്തിനകത്ത് ഒരു കഥാകൃത്തായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നു അഥവാ 2 ഭാഷകളിൽ എഴുതുന്നു എന്ന ചോദ്യം നിരന്തരം അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു തലമുറയായിരുന്നു കമലാദാസിൻ്റെത്. കമലദാസിനെ പോലുള്ള അതിന് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയുടെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തോലൂദത്തും സരോജിനി നായിഡുവും ഒക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ കവിത എഴുതാൻ ആരംഭിച്ച ആളുകൾ. അതിന് പിന്നീട് 60കളിൽ എത്തുമ്പോഴേക്കും ആ കവിത കൂടുതൽ നൂതനമായ വഴികളിലേക്ക് കടന്നു കയറാൻ ആരംഭിച്ചു. ഷക്കീലിനെ പോലുള്ള കവികളിൽ, കമലദാസിനെ പോലുള്ള കവികളിൽ, ഡോൺ മൊറൈസിനെ പോലെ, കെ ദാരുവാലെ പോലെ അനേകം കവികളിലൂടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് കവിത പ്രവേശിച്ചു എന്ന് പറയാം. അവരുടെ കൂട്ടത്തിൽ നിശ്ചയമായും പെടുത്താവുന്ന ഒരു കവിയായിരുന്നു കമലാദാസ്. അപ്പോൾ അവരുടെ വരികൾ ഞാൻ വായിക്കാം, അത് ആവശ്യമെങ്കിൽ ഞാൻ പരിഭാഷപ്പെടുത്തുകയും ചെയ്യാം. അവരുടെ ഒരു ഏറ്റവും പ്രശസ്തമായ കവിത, ഇതിൽ ചിലരെങ്കിലും ഒരുപക്ഷെ അത് പഠിച്ചിരിക്കും, ആൻ ഇൻട്രൊഡക്ഷൻ എന്ന കവിതയാണ്. അവരെ കുറിച്ച് തന്നെ അവരെഴുതിയ ഒരു കവിതയാണ്. സ്വന്തം രചനയെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച്, സ്വന്തം ഭാഷകളെക്കുറിച്ച് അവരെഴുതിയ ഒരു കവിതയാണ്. അവർ ഇങ്ങനെ അതിൽ ചോദിക്കുന്നു, why not let me speak in any language I like? എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഭാഷയിലും എന്തുകൊണ്ട് എനിക്ക് സംസാരിച്ചുകൂടാ? The language I speak becomes mine. Its distortions, its pureness is all mine alone. ഞാൻ സംസാരിക്കുന്ന ഭാഷ എന്റേതായിത്തീരുന്നു. അതിന്റെ വക്രീകരണങ്ങളോടും വൈചിത്ര്യത്തോടും കൂടി എന്റേത് മാത്രം. എൻ്റെ ഒരു ദ്രുതതർജ്ജമ ചെയ്യുകയാണ്, ഇംഗ്ലീഷാണ് എൻ്റെ കയ്യിലുള്ളത്. It is half English, half Indian, funny perhaps, but it is honest.
അത് പകുതി ഇംഗ്ലീഷാണ്, പകുതി ഇന്ത്യനുമാണ്. നിങ്ങൾക്കതൊരു തമാശയായി തോന്നാം, പക്ഷേ അത് സത്യസന്ധമാണ്. It is as human as I am human. ഞാൻ എത്രത്തോളം മനുഷ്യനാണോ അത്രത്തോളം മനുഷ്യത്വമുള്ളവയാണ് എൻ്റെ കവിതകളും. Don't you see? It voices my joys, my longings, my hopes, and it is useful to me as crowing is to crows or roaring to the lions. It is human speech of the mind that is there and not there, a mind that sees and hears as he is aware. അതിന്റെ ശബ്ദങ്ങൾ അത് എൻ്റെ ആനന്ദങ്ങളെ അത് ആവിഷ്കരിക്കുന്നു, എൻ്റെ അഭിലാഷങ്ങളെ, എൻ്റെ പ്രത്യാശകളെ. അത് കാക്കകൾക്ക് കരച്ചിലെന്ന പോലെ, സിംഹങ്ങൾക്ക് ഗർജനമെന്ന പോലെ അത് എന്നെ തന്നെ പ്രകാശിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നു. അത് മനുഷ്യ ഭാഷണമാണ്, മനസ്സിന്റെ ഭാഷയാണ്. അത് ഇവിടെയുമില്ല അവിടെയുമില്ല. അത് കാണുകയും, പിന്നെയുള്ള ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല, അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഭാഷയാണ്, ബോധമുള്ള ഒരു മനസ്സിന്റെ ഭാഷ. അത് മരങ്ങളുടെ കൊടുങ്കാറ്റിൽ ഉലയുന്ന മരങ്ങളുടെ അന്ധവും ബധിരവുമായ ഭാഷയല്ല, കാലവർഷ മേഘങ്ങളുടെ ഭാഷയല്ല, മഴയുടെ ഭാഷയല്ല, അത് ചിതാഗ്നിയുടെ ഭാഷയുമല്ല, അത് മനുഷ്യന്റെ ഭാഷയാണ്. അവർ തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്, I speak 3 languages, I write in 2 and I dream in 1. ഞാൻ 3 ഭാഷകളിൽ സംസാരിക്കുന്നു, 2 ഭാഷകളിൽ എഴുതുന്നു, 1 ഭാഷയിൽ സ്വപ്നം കാണുന്നു എന്ന്. അത് ഒരു പക്ഷെ അത് ഇംഗ്ലീഷിൽ എഴുതുന്ന എല്ലാ കവികളെ സംബന്ധിച്ചിടത്തോളം സത്യമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏത് ഭാഷയിൽ എഴുതുന്ന കവികൾ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ലോകത്തിൽ ആദ്യകാലത്തുണ്ടായ കവികൾ മുതൽ, വ്യാസനും ഹോമറും മുതൽ സച്ചിൻ രാജീവ് വരെ ഉള്ള കവികളെല്ലാം ഒരൊറ്റ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വരികൾ അതിൽ കൂട്ടിച്ചേർക്കുകയാണ് ഒരുപക്ഷെ ഓരോ കവിയും ചെയ്യുന്നത് എന്ന്. ഇങ്ങനെയുള്ള ഒരു പൊതുഭാഷ, സ്വപ്നത്തിൻ്റെതായ പൊതുഭാഷ മനുഷ്യർ മുഴുവൻ പങ്കിടുന്ന ഭാഷയാണ്. മലയാളത്തിനും ഇംഗ്ലീഷിനും ഹിന്ദിക്കും ഒറിയയ്ക്കും പഞ്ചാബിക്കും എല്ലാം അപ്പുറം ഉള്ളൊരു ഭാഷയിലാണ് എല്ലാ കവികളും ആത്യന്തികമായി എഴുതുന്നത്. ശരിയാണ്, ഞാൻ മലയാളം വാക്കുകൾ കൊണ്ട് എഴുതുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ ഇംഗ്ലീഷ് വാക്കുകൾ കൊണ്ട് എഴുതുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ രൂപപ്പെടുന്നവ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ തരത്തിൽ ഇംഗ്ലീഷുകാർ പോയിട്ടും ഇംഗ്ലീഷ് ഇവിടെ നിലനിൽക്കണമെന്ന് നിശ്ചയിച്ചത് നാം തന്നെയാണ്. ഇംഗ്ലീഷുകാർ നിശ്ചയിച്ചതല്ല, അത് നാം തന്നെയാണ്. നമ്മുടെ ഒരു വലിയ തിരഞ്ഞെടുപ്പ് ആയിരുന്നു അത്. അതുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരം കൂടിക്കലർന്ന ഒരു ഇംഗ്ലീഷ്, ഇന്ത്യക്കാരുടേതായ ഒരു ഇംഗ്ലീഷ് വികസിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഴുത്തുകാർ ചെയ്തത് എന്ന് പൊതുവായിട്ട് പറയാൻ കഴിയും. ലോകത്ത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന 3ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയൊരു പുസ്തക പത്രപ്രസാധന ശൃംഖല ഇംഗ്ലീഷിൽ നമുക്കുണ്ട്. നമുക്ക് നമ്മുടേതായ ആഖ്യാന രീതികളും നമ്മുടെ വ്യവഹാര തന്ത്രങ്ങളും നമ്മുടെ സാഹിത്യ ഗണങ്ങളും എല്ലാം ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്. നമ്മുടെ ആഖ്യാന കവിത, നമ്മുടെ ഗസലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. പ്രാദേശികമായ താളങ്ങൾ, വാക്കുകളുടെ പ്രാദേശികമായ ക്രമങ്ങൾ, അതുപോലെ ഭാഷാ പാരമ്പര്യങ്ങളുടെ അഗാധമായ സ്വാധീനം, ഇവയെല്ലാം തന്നെ നമ്മുടെ ഇംഗ്ലീഷ് എഴുത്തിലും ഉണ്ട് എന്ന് പറയാം. അതിന് ഇന്ന് ഒരു വളരെ വലിയ വായനാ സമൂഹവും ഉണ്ട്. പൊതുവായ അനുഭവങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഭാഷകൾ എഴുതുന്ന ആളുകൾക്കും ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്കും ഉള്ളത്. ഒരു ദീർഘമായ പാരമ്പര്യമില്ല ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഴുത്തിനെന്ന് പറയാമെങ്കിലും അത് ഒരു ഭാഗത്തിന് ദോഷമായി തോന്നാമെങ്കിൽ മറ്റൊരു ഭാഗത്തിന് ഗുണവുമാണ്. കാരണം അത് എഴുത്തുകാർക്ക് വലിയ തോതിലുള്ള സ്വാതന്ത്ര്യം നൽകുന്നു.